ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ നമ്മുടെ മഹേന്ദ്രൻ സാറ് സിദ്ധുവിനെ കാണാത്ത വിഷമത്തോടെ നടക്കുകയാണ്. വിഷമിച്ചിരിക്കുന്ന മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത് വന്ന് ജാനകി ചോദിക്കുകയാണ്, ചേട്ടാ, സിദ്ധാർത്ഥിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല ജാനകി, ഇപ്പോഴും ഞാൻ ASIയുമായി സംസാരിച്ചതേ ഉള്ളൂ. സിദ്ധു എവിടെയുണ്ടെന്ന് അവൻ്റെ ടെലിഫോൺ ടവർ വെച്ച് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ജാനകി വീണ്ടും കരയാണ്. എന്നിട്ട് പറയാണ്, ചേട്ടാ, ഒരുപക്ഷെ സിദ്ധാർത്ഥിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി കാണുമോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സിദ്ധാർത്ഥിനെ അങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം അവന് ശത്രുക്കളായിട്ട് ആരുമില്ല. വേറെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ചേട്ടാ, അവനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് പേടിയാവുന്നു. പേടിക്കാതിരിക്കുക ജാനകി, അവനൊന്നും സംഭവിക്കില്ല. നീ ധൈര്യമായിരിക്കും. എന്തായാലും അവൻ എവിടെയാണെന്ന് പോലീസ് കണ്ടുപിടിക്കും. അപ്പോഴാണ് മുത്തശ്ശിയും മേഘയും അതുവഴി വന്നത്. മുത്തശ്ശി എന്നിട്ട് ചോദിക്കുകയാണ്, മഹേന്ദ്ര, സിദ്ധു എവിടെയുണ്ടെന്ന് എന്തെങ്കിലും അറിഞ്ഞോ? ഇല്ല ചെറിയമ്മേ, ഒരു വിവരവും കിട്ടിയിട്ടില്ല. അപ്പോൾ അവൻ എവിടെ പോയി കാണും? ഒരുപക്ഷെ അവന് വല്ല ആക്സിഡൻറ്റും പറ്റി കാണുമോ? അത് കേട്ട് വിഷമത്തോടെ ജാനകി മഹേന്ദ്ര സാർ നോക്കുകയാണ് മുത്തശ്ശിയെ. അപ്പോൾ ജാനകി പറയാണ്, എന്താ ചെറിയമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അവനൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ജാനകിയുടെ വിഷമം കണ്ട് വീണ്ടും മഹേന്ദ്ര സാർ പറയാണ്, പോലീസിൽ വിവരം കൊടുത്തിരിക്കുകയാണ്. പോലീസ് എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു വിവരം കിട്ടും. ജാനകി, നീ ഒന്ന് വിശ്വാസത്തോടെ ഇരിക്കുക. അപ്പോഴാണ് അവിടേക്ക് ലക്ഷ്മി ഓടി വരുന്നത്. ഏട്ടാ, എന്തു പറ്റി ലക്ഷ്മി? എന്താ നീ ഇങ്ങനെ ഓടി വരുന്നത്? ഏട്ടാ, ചന്ദ്രികയെയും മലരിനെയും കാണാനില്ല. അത് കേട്ട് പിന്നെ ജാനകി കരച്ചിലൊക്കെ അടക്കിയിട്ട് ശ്രദ്ധിക്കുകയാണ്. പിന്നെ മുത്തശ്ശിയും മേഘയും അതും തരിച്ചു നിൽക്കുകയാണ്. എന്താ ലക്ഷ്മി നീ പറയുന്നത്? ചന്ദ്രികയെയും മലരിനെയും കാണാനില്ലെന്നോ? നീ എന്താ ലക്ഷ്മി പറയുന്നത്? അതേ ഏട്ടാ, വൈകുന്നേരം മുതൽ അവരുടെ വീട് പൂട്ടിയായിരിക്കുന്നത്. ചന്ദ്രികയുടെ ഫോണും സ്വിച്ച് ഓഫാ. ചന്ദ്രിക എന്നോട് പറയാതെ ഒരിടത്തും പോവില്ല ഏട്ടാ. അങ്ങനെ അവൾ പോവുകയാണെങ്കിലും മലറിനെ എന്നെ ഏൽപ്പിച്ചിട്ടേ പോവും. ഏട്ടാ, ഇങ്ങനെ പറയാതെ ഒരിടത്തും അവൾ പോയിട്ടില്ല. മഹേന്ദ്രൻ സാറിൻ്റെ അടുത്തും അത് പറയുന്നത് കേട്ട് കരഞ്ഞുപോയി. എന്നിട്ട് മഹേന്ദ്രൻ സാർ പറയാണ്, എന്താ ലക്ഷ്മി നീ പറയുന്നത്? ചന്ദ്രികയും മലരും വേറെ എവിടെ പോവാനാ? അപ്പോൾ ജാനകി മനസ്സിൽ ചിന്തിക്കുകയാണ്, ചന്ദ്രികയും മലരിനെയും കാണാനില്ലെന്നോ? സിദ്ധാർത്ഥ് പോയ അതേ ദിവസം തന്നെ അവരെയും കാണുന്നില്ലല്ലോ. അതേ ദിവസം തന്നെ അവരെയും കാണാതിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ സിദ്ധാർത്ഥ് ആ ചന്ദ്രികയെ തന്നെ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞ് അതേ വർത്തമാനത്തിൽ നിൽക്കായിരുന്നു. അതേസമയം അവർ രണ്ടുപേരെയും കാണാനും ഇല്ലെന്നോ? അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അവർ രണ്ടുപേരും നാട് വിട്ടുപോയി വിവാഹം കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാവുമോ? പിന്നെ മുത്തശ്ശി മേഘയുടെ അടുത്ത് പറയാണ്, അല്ല മേഘ, ഒരുപക്ഷെ സിദ്ധാർത്ഥും ആ ചന്ദ്രികയും തമ്മിൽ ഒളിച്ചോടി എങ്ങോട്ടെങ്കിലും പോയി കാണുമോ? മേഘ ഞെട്ടിപ്പോവാണ്. മേഘ പറയാണ്, മുത്തശ്ശി, അങ്ങനെയൊന്നും ഉണ്ടാവില്ല മുത്തശ്ശി. സിദ്ധാർത്ഥിന് എന്തായാലും അതിനുള്ള ധൈര്യമൊന്നുമില്ല. അപ്പോൾ മുത്തശ്ശി പറയാണ്, നിൻ്റെ ഒരു കാര്യം. ഈ കാര്യത്തിൽ മറ്റെന്തിനേക്കാളും എല്ലാ പുരുഷന്മാർക്കും ധൈര്യം ഉണ്ടാവും. മുത്തശ്ശി പിന്നെ മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത് പറയാണ്, എന്താ മഹേന്ദ്ര, സിദ്ധാർത്ഥിനെ ആരോ തട്ടിക്കൊണ്ടുപോയി. പിന്നെ ചന്ദ്രികയ്ക്കും മലരിനും എന്ത് പറ്റിക്കാണും? രണ്ടുപേരെയും ഒരേ സമയത്ത് കാണാതായത് വല്ലാത്ത വിചിത്രം തന്നെ. ഏട്ടാ, ചന്ദ്രികയെയും മലരിനെയും കാണാനില്ലെന്ന് ആദ്യം പോലീസിനോട് പറയേട്ടാ. ശരി, ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ചു പറയാം. പോലീസിനെ വിളിച്ചു പറഞ്ഞപ്പോൾ പോലീസ് പറയാണ്, അവർ രണ്ടുപേരുടെയും ഫോട്ടോ ഇങ്ങോട്ടേക്ക് അയക്ക്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അന്വേഷണം തുടങ്ങാം. ഞാൻ അയക്കാം സാർ. ഞാൻ ഇപ്പോൾ തന്നെ അയക്കാം സാർ. താങ്ക് യു സാർ, താങ്ക് യു. ലക്ഷ്മി അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മി അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഹേന്ദ്ര സാർ പറയാണ്, ലക്ഷ്മി, നീ കരയാതെ. മഹേന്ദ്രൻ സാർ പറയാണ്, ചന്ദ്രികയ്ക്കും മലരിനും ഒന്നും സംഭവിക്കില്ല. ഭഗവാൻ അവരെ എങ്ങനെയെങ്കിലും നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും. മുത്തശ്ശിക്ക് ദേഷ്യം വരികയാണ്. മുത്തശ്ശി പറയാണ്, കണ്ടില്ലേ മേഘ, ഒരു ജോലിക്കാരിയും അവളുടെ കുഞ്ഞും കാണാതായപ്പോൾ ലക്ഷ്മിയുടെ ഒരു വിഷമം കണ്ടില്ലേ? ഒരു ജോലിക്കാരിയെ കാണാതായതിന് ആരെങ്കിലും ഇങ്ങനെ കരയുന്നത് നീ കണ്ടിട്ടുണ്ടോ? മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, സിദ്ധാർത്ഥിനെയും കാണാനില്ല, ചന്ദ്രികയെയും കാണാനില്ല. രണ്ടുപേരെയും ഒരേ ദിവസം കാണാനില്ല എന്ന് പറഞ്ഞാൽ സംതിങ് ഈസ് റോങ്. നീ ഒരു പക്ഷേ മാലതി മുത്തശ്ശി പറഞ്ഞതുപോലെ വിവാഹം കഴിക്കാനായിട്ട് എങ്ങോട്ടെങ്കിലും പോയതായിരിക്കുമോ?
അയ്യയ്യോ, അങ്ങനെ നടക്കാൻ പാടില്ല. അപ്പോഴേക്കും മഹേഷിനും ചന്ദ്രികയ്ക്കും മലറിനും പോകാനുള്ള വണ്ടിയുമായി മനോഹർ എത്തി. എന്നിട്ട് മനോഹർ അകത്ത് കയറിയിട്ട് പറയാണ്, മഹേഷേ, നീ വേഗം റെഡിയായിക്കോ, നിങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. ശരി, ചന്ദ്രികയെയും മലറിനെയും ആദ്യം അതിൽ കയറ്റാം, അത് കഴിഞ്ഞ് സിദ്ധാർത്ഥിൻ്റെ പണി തീർക്കാം. ശരി, ചന്ദ്രികയും മലരും പ്രശ്നമുണ്ടാക്കാതെ നോക്കണം. നോക്ക് മഹേഷ്, അവർ ബഹളമുണ്ടാക്കി ആൾക്കാരെ കൂട്ടാൻ സാധ്യതയുണ്ട്. അവരെ ഞാൻ നോക്കിക്കോളാം. ശരി, വരാം. അങ്ങനെ മഹേഷ് ചന്ദ്രികയെയും മലരിനെയും കൂട്ടി പോകാനുള്ള ഒരുക്കത്തിലാണുള്ളത്. എടാ, എൻ്റെ കുഞ്ഞെവിടെടാ? എൻ്റെ മോളെ എവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പറ, എനിക്കെൻ്റെ മോളെ വേണം എന്ന് പറഞ്ഞ് ചന്ദ്രിക മഹേഷിനെ കോളറിൽ പിടിച്ച് കുലുക്കുകയാണ്. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കുന്നില്ലേ, പിന്നെ എന്തിനാ എൻ്റെ മോളെ എൻ്റെ അടുത്ത് നിന്ന് പിരിക്കുന്നേ? എൻ്റെ മോളെ എനിക്ക് കാണിച്ചു താ. ഏയ് ഇവിടെ നോക്ക്, നിൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല. നിൻ്റെ മോളെ നിനക്ക് ഇപ്പം കാണാം, നീ ടെൻഷൻ അടിക്കണ്ട. പുറത്ത് വാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ശബ്ദം ഉണ്ടാക്കാതെ അതിൽ കയറിയിരിക്കുക. അഥവാ നീ ശബ്ദം ഉണ്ടാക്കിയാൽ മലറിനെ പിന്നെ നിനക്ക് ജീവനോടെ കാണാൻ പറ്റില്ല. അവൾ ജീവനോടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ശ്രീലങ്കയിൽ എത്തുന്നത് വരെ നീ ഒരക്ഷരം മിണ്ടാൻ പാടില്ല. പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? എടാ, നീയൊക്കെ ഒരു മനുഷ്യനാണോ? എൻ്റെ മോളുടെ ജീവൻ പണയം വെച്ച് നീ എന്നെ നേടാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്തിനാ ഇങ്ങനെ ഒരു മൃഗത്തെ പോലെ ജീവിക്കുന്നേ? നീ ഈ ചെയ്യുന്ന ക്രൂരതയൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കടാ. ദൈവം ഒരിക്കലും നിന്നെ വെറുതെ വിടില്ല. ശരി, ഭഗവാനുണ്ടല്ലേ, അത് ഞാൻ പറഞ്ഞോളാം. നീ ചെല്ല്, പോയി വണ്ടി കയറ്. ചന്ദ്രിക ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ അവൻ പറയാണ്, ഡീ, പറഞ്ഞത് മനസ്സിലായില്ലേ? ചെന്ന് വണ്ടി കയറ്. പെട്ടെന്ന് ചന്ദ്രിക പറയാണ്, ബാത്റൂമിൽ പോകണം. ശരി, അതാ ആ ഭാഗത്താ ബാത്റൂം, അവിടെ പോളും. അപ്പം ചന്ദ്രിക തിരിഞ്ഞ് നോക്കുകയാണ്. അപ്പം ചന്ദ്രികയോട് പറയാണ്, രക്ഷപ്പെടാൻ അങ്ങനെ ശ്രമിച്ചാൽ മലർ മാത്രമല്ല, പിന്നെ സിദ്ധാർത്ഥിനെയും നിനക്ക് ജീവനോടെ കാണാൻ പറ്റില്ല, മറക്കരുത്. അപ്പോഴാണ് മഹേഷിനൊരു കോള് വന്നത്. അപ്പം മഹേഷ് കോള് നോക്കിയിട്ട് പറയാണ്, ഇവളെന്തിനാ ഇപ്പം വിളിക്കുന്നത്? ഹലോ, നീ എന്തിനാ ഇപ്പം വിളിച്ചത്? എനിക്ക് നിങ്ങളെ കാണണം. നോക്ക്, എന്ന് നീ എനിക്ക് സാക്ഷി പറഞ്ഞോ, എനിക്കും ചന്ദ്രികയ്ക്കുമായി ഡിവോഴ്സ് വാങ്ങിത്തന്നോ, അന്ന് തന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചതാണ്. ഇനി മുതൽ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കില്ല. മര്യാദയ്ക്ക് എന്നെ വിട്ട് നീ എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഇനി ഒരു തവണ കൂടി നീ എന്നെ വിളിച്ച് ടോർച്ചർ ചെയ്താൽ അത് പിന്നെ നിൻ്റെ നല്ലതിനായിരിക്കില്ല. വെക്കടി ഫോണ്. ഞാൻ പറയുന്നത് കേൾക്ക്. അവൾ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ മഹേഷ് ഫോൺ കട്ട് ചെയ്തു. അതിനിടയിൽ ചന്ദ്രിക ഓരോ മുറിയും തുറന്നു നോക്കുകയാണ്. മലറിനെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയില്ലല്ലോ. പെട്ടെന്ന് തന്നെ ചന്ദ്രിക ഓരോ മുറിയും തുറന്നു നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് സിദ്ധു കടന്ന മുറി. സിദ്ധു കടന്നത് കണ്ട് അവൾ ഞെട്ടുകയാണ്. സാർ എനിക്ക് സാർ സിദ്ധു സാർ, കണ്ണു തുറക്ക് സാർ. സിദ്ധു സാറിനെ അവൻ നന്നായി ഉപദ്രവിച്ചു എന്ന് തോന്നുന്നു. സാറ് ബോധം നഷ്ടപ്പെട്ട് മയക്കത്തിലാണെന്ന് തോന്നുന്നല്ലോ. സാർ എഴുന്നേൽക്കൂ സാർ എഴുന്നേൽക്ക്, കണ്ണു തുറക്കൂ സാർ എഴുന്നേൽക്കൂ സാർ എന്ന് പറഞ്ഞ് ചന്ദ്രിക സിദ്ധുവിനെ കുലുക്കി വിളിക്കുകയാണ്. അയ്യോ, സാറിന് എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ. ഭഗവാനെ, എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ഇവിടെ നിന്നൊന്ന് രക്ഷിക്കുമോ? സിദ്ധു സാർ കണ്ണു തുറക്കൂ സാർ. ചന്ദ്രിക പിന്നെ ഒന്നും നോക്കാതെ പുറകുവശത്ത് പോയി കയ്യിലെ കെട്ടഴിക്കുകയാണ്. അപ്പോഴാണ് മഹേഷ് ചന്ദ്രികയെ അന്വേഷിച്ച് പരക്കെ വിളിക്കാൻ തുടങ്ങിയത്. ചന്ദ്രികേ. പെട്ടെന്ന് തന്നെ ചന്ദ്രിക സിദ്ധു കിടന്ന മുറി അടച്ചു. അതിനുശേഷം മഹേഷ് പുറത്തു നിന്ന് നോക്കുകയാണ്. കതകിൻ്റെ ബാക്ക് ഭാഗത്ത് ചന്ദ്രിക ഒളിച്ചു നിന്നു. അപ്പോൾ അത് മഹേഷിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. മഹേഷ് വീണ്ടും കതകടച്ച് പുറത്തേക്ക് പോയി. ചന്ദ്രിക പിന്നെ വീണ്ടും വന്നിട്ട് വിളിക്കുകയാണ്, സാർ സിദ്ധു സാർ, എന്നോട് ക്ഷമിക്കണം സാർ. സാറിനൊപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ പാടില്ലായിരുന്നു. സാറിനെ മഹേഷ് ഒന്നും ചെയ്യാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി എനിക്ക് സാറിനെ കാണാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. പക്ഷേ എനിക്ക് സാറിനോടുള്ള സ്നേഹം സത്യമാണ് സാർ. അത് സാറ് മനസ്സിലാക്കിയാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ ചന്ദ്രികയുടെ കയ്യിൽ കിടന്ന മോതിരം ഊരിയിട്ട് പറയാണ്, ഈ മോതിരം സാറിൻ്റെ വിരലിൽ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് സാറ് കണ്ണു തുറക്കുകയാണെങ്കിൽ ഞാനിവിടെ ഉണ്ടാവും എന്ന് ഒരു ഉറപ്പുമില്ല. പക്ഷേ എൻ്റെ സ്നേഹം അത് സാറിൻ്റെ വിരലിലെ മോതിരമായി ഉണ്ടാവും സാർ. പിന്നെ പെട്ടെന്ന് തന്നെ ചന്ദ്രിക ആ മോതിരം സിദ്ധുവിൻ്റെ വിരലിൽ ഇട്ട് കൊടുക്കുകയാണ്. മഹേഷ് പിന്നെ പരക്കെ അന്വേഷിച്ച് വിളിക്കുകയാണ്, ചന്ദ്രികേ. അയ്യോ, അയാൾ എന്നെ അന്വേഷിക്കുന്നു. പറയുന്നത് കേട്ടില്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ചെയ്യും എൻ്റെ മോളെ. ചന്ദ്രികേ, സാറിനെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയൊന്നും കാണുന്നില്ലല്ലോ. എനിക്ക് എന്ത് പറ്റിയാലും സാരമില്ല. മലറിനും സാറിനും ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല.
സാറിൻ്റെ ജീവൻ രക്ഷിക്കാനാണ് ഞാൻ മഹേഷിനോടൊപ്പം പോവാം എന്ന് സമ്മതിച്ചത്. ഞാൻ മഹേഷിനോടൊപ്പം പോയാൽ സാറിനെ ജീവനോടെ വിടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസത്തിലാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. മഹേഷ് അന്വേഷിച്ച് വിളിച്ച് എല്ലാം കൂടി അടുത്തെത്തി. പിന്നെ മഹേഷിൻ്റെ വിളികെട്ട് ചന്ദ്രിക ഞെട്ടുകയാണ്. ചന്ദ്രിക മടിച്ച് മഹേഷിൻ്റെ മുമ്പിൽ ചെന്നു. എടി ചന്ദ്രികയെ, നീ എവിടെ പോയതായിരുന്നു? ഞാൻ ബാത്റൂമിലായിരുന്നു. വാ, വരാൻ. എൻ്റെ കുഞ്ഞിനെ കാണിക്ക്. ശരി, വാ, ഇവിടെയുണ്ട്, നടക്ക്. വരാൻ. അപ്പോഴാണ് മലറിൻ്റെ അടുത്തേക്ക് പോയത്. അതിനുശേഷം മലർ അമ്മയെ കണ്ടതും അമ്മേ എന്ന് വിളിക്കുകയാണ്. മോളെ മലർ. അമ്മയും മകളും പരസ്പരം കണ്ട ആവേശത്തിൽ കെട്ടിപ്പിടിക്കുകയാണ്. ഏയ്, കരച്ചിലൊക്കെ മതിയാക്കി രണ്ടുപേരും വന്ന് വണ്ടിയിൽ കയറാൻ നോക്ക്. വരാനല്ലേ പറഞ്ഞേ? വേണ്ടാ മോളെ, പോകാം. വേഗം വാ. ഒന്നുമില്ല, പോയി വണ്ടിയിൽ കയറ്. അപ്പോൾ മലർ പ്രശ്നമാക്കാണ്. വിട്, എന്നെ വിട്. കയറ്, വണ്ടിയിൽ കയറ്. അതേ നോക്ക്, ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ സിദ്ധാർത്ഥ് ഇപ്പോഴും അകത്തുണ്ട്. അവനെ പിന്നെ ജീവനോടെ വെച്ചേക്കില്ല, കൊന്നുകളയും. ഇവിടെ ഇരുന്നോളണം രണ്ടുപേരും. വീട്ടിൽ ചന്ദ്രികയും മലറും പോയ വിഷമത്തിൽ ലക്ഷ്മി ഇരുന്ന് കരയാണ്. അവിടെ മഹേന്ദ്രൻ സാറ് ഒരു ജ്യൂസ് ഗ്ലാസ്സുമായിട്ട് പോയിട്ട് പറയാണ്, ദേ ലക്ഷ്മി, ഇത് നോക്ക്, ഈ ജ്യൂസെങ്കിലും നീ കുടിക്കേ. വേണ്ട ഏട്ടാ, ഞാനിനി ജീവനോടെ ഇരുന്നിട്ട് എന്താ കാര്യം? എൻ്റെ മോൾ എവിടെ ഏട്ടാ? അവൾ എപ്പോഴാണ് വീട്ടിൽ വരാൻ പോകുന്നത്? പറയേട്ടാ എന്ന് പറഞ്ഞ് ലക്ഷ്മി വാവിട്ട് കരയാണ്. മഹേന്ദ്രൻ സാറിന് നല്ല വിഷമമുണ്ട്. അപ്പോൾ ലക്ഷ്മി വീണ്ടും ചോദിക്കുകയാണ്, ഏട്ടാ, പോലീസിന് ചന്ദ്രികയും മലരും എവിടെയാണെന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ? ഞാനിപ്പോൾ പോലും എ.എസ്.ഐയോട് സംസാരിച്ചതേയുള്ളൂ. അദ്ദേഹം തന്നെ നേരിട്ട് അന്വേഷിച്ച് ട്രേസ് ചെയ്ത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിദ്ധാർത്ഥ്, മലർ, ചന്ദ്രിക, ഇവർ 3 പേരെയും കാണാനില്ല എന്ന് വെച്ചാൽ എനിക്കെന്തോ സംശയം തോന്നുക. മഹേന്ദ്രൻ സാറ് ചോദിക്കുകയാണ്, നിനക്ക് ആരെയാണ് സംശയമുള്ളത്? പിന്നെ വേറെ ആരെയാ? മഹേഷ് തന്നെ. അവനായിരിക്കും ഇവരെ കടത്തിയത്. ചന്ദ്രികയെയും മലറിനെയും തട്ടിക്കൊണ്ടുപോയാൽ അതിന് കാരണമുണ്ട്. പക്ഷേ സിദ്ധുവിനെ എന്തിനാ അവൻ തട്ടിക്കൊണ്ടുപോയത്? സിദ്ധുവും ഏട്ടനും ചേർന്നല്ലേ മഹേഷിൻ്റെ കയ്യിൽ നിന്നും ചന്ദ്രികയ്ക്ക് ഡിവോഴ്സ് വാങ്ങിക്കൊടുത്തത്? ആ ദേഷ്യം അവനുണ്ടാവും ഏട്ടാ. നീ പറഞ്ഞത് ശരിയാണ്, മഹേഷ് അങ്ങനെയുള്ളവൻ തന്നെയാണ്. അവനെ ഈ വീട്ടിൽ കയറ്റിയത് തന്നെ തെറ്റാണ്. ഇപ്പം നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അവനാണ് കാരണം. അതെ ഏട്ടാ, മഹേഷ് ഈ വീട്ടിൽ ജോലിക്ക് വരുന്നതിന് മുമ്പ് ചന്ദ്രികയും മലരും സ്വസ്ഥമായിട്ടായിരുന്നത്. എന്ന് ആ മഹേഷ് ഈ വീട്ടിൽ വന്നോ അന്നു മുതൽ അവരുടെ കഷ്ടകാലം ആരംഭിച്ചു. ലക്ഷ്മിക്ക് കരച്ചിൽ അടക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, ഏട്ടാ, ആ ചന്ദ്രികയും മലരിനെയും അവൻ എന്തെങ്കിലും ചെയ്താലോ? ചന്ദ്രികയ്ക്കും മലരിനും ഒന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ടിരിക്കുക. ഇല്ല ലക്ഷ്മി, ഭഗവാൻ നമ്മളെ കൈവിടില്ല. ഇത്രയും വർഷത്തിന് ശേഷം ചന്ദ്രികയെയും മലരിനെയും നമ്മുടെ അടുത്തെത്തിച്ച ഭഗവാൻ വീണ്ടും ഇനി അവരെ അകറ്റുമോ? ലക്ഷ്മിക്ക് കരച്ചിൽ അടക്കാൻ പറ്റുന്നില്ല. വിഷമിച്ച് കരയാണ്. അതേപോലെ തന്നെ മഹേന്ദ്രൻ സാറിന് മനസ്സിൽ നല്ല വിഷമത്തോടെ കൂടിയാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. ചന്ദ്രികയെയും മലരിനെയും വണ്ടിയിലേക്ക് കയറ്റി വിട്ടിട്ട് മഹേഷ് സിദ്ധാർത്ഥിനെ കൊല്ലാനുള്ള, അതായത് ഓക്സിജനൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ പിന്നെ പറയുന്നത്, പോലീസ് പറയുകയാണ്, സിദ്ധാർത്ഥിൻ്റെ മൊബൈൽ ഫോൺ ലാസ്റ്റ് ഓഫായിട്ടുള്ള ആ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ തന്നെയായിരിക്കണം സിദ്ധാർത്ഥിനെ ആരെങ്കിലും കടത്തിയിട്ടുണ്ടാവുക. മഹേഷ് ഒന്നും അറിയാത്ത രീതിയിൽ ചന്ദ്രികയെയും മലരിനെയും കൂട്ടി പോവുകയാണ്. പോലീസാണെങ്കിൽ അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. എന്ത് സംഭവിക്കും എന്ന് ബാക്കി നാളെ കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.